ഒരു പൊട്ടത്തരം പറയട്ടെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇത് ഉപകാരപ്പെടുക. പൊള്ളൽ, അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തീ പൊള്ളൽ, അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും കയറി പിടിക്കുമ്പോൾ, ചട്ടിയുമ്മലോ കലത്തുമ്മലൊക്കെ കയറി പിടിക്കുമ്പോൾ പൊള്ളുക. ഈ കൈ അറിയാണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ പൊള്ളൽ കുറച്ച് സാധ്യത കൂടുതലാണ്. അത് കൂടാതെ കഞ്ഞി എടുത്ത് വടിക്കുന്ന സമയം, നമ്മൾ അരി ചോറുണ്ടാക്കിയിട്ട് ആ വടിക്കാറുണ്ട്, നമ്മളിങ്ങനെ എടുത്ത് വടിക്കുന്ന സമയം തെന്നി വയറ്റത്തേക്ക് വീഴുക ഒക്കെ സ്വാഭാവികമാണ്. ഒരല്പം ശ്രദ്ധ തെറ്റിയാൽ പൊള്ളൽ നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നതും പറയുന്നതും. നമ്മുടെ പൊള്ളിയാൽ എന്താ ചെയ്യുക? ഉടനെ തന്നെ എന്താണ് അവിടെ ഉള്ളത്? പേസ്റ്റ് അതുപോലുള്ള സാധനമൊക്കെ എടുത്ത് തേക്കും. ദയവേത് പേസ്റ്റ് പോലുള്ള സാധനങ്ങൾ തേക്കരുത്. തേൻ നല്ലതാണ്, മറ്റുള്ളതൊന്നും പറ്റില്ല. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതല്ലാണ്ട് അതും ഇതും വാരി തേക്കരുത്. അപ്പം തന്നെ മറ്റൊന്ന്, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നിയേക്കാം. കാരണം അത്രയ്ക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ പൊള്ളി എന്ന് വിചാരിക്കും, നമ്മുടെ കൈത്തണ്ടയിലാണ് പൊള്ളൽ വന്നത്. ഈ പൊള്ളൽ വന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കൈത്തണ്ടയുടെ ഒന്നുകിൽ ഇതിൻ്റെ പുറകിലെ വശം, അതല്ലെങ്കിൽ മറ്റേ കൈയിൻ്റെ തണ്ട, ഇതേ സെയിം സ്ഥലത്ത് ഇവിടെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അവിടെ നന്നായിട്ട് തണുപ്പിച്ച് കൊടുക്കുക. ഈ ഭാഗം ഇവിടെ ആശ്വാസം കിട്ടുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇനിയിപ്പോൾ ഭീകരമായ പൊള്ളലാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് സമാധാനം കിട്ടണം. എന്ത് ചെയ്യും? അവിടെ പെട്ടെന്നൊന്നും വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല. നമുക്ക് നേരെ നല്ല തണുത്ത വെള്ളം, ഐസ് പോലെ ഇരിക്കുന്ന വെള്ളം എടുത്തിട്ട് തുണി മുക്കിയിട്ട് നിങ്ങൾ ആ മുതുകത്ത്, അതിൻ്റെ നേരെ ബാക്കിൽ, വയറിൻ്റെ ഇത്രയും ഭാഗമാണ് എന്നുണ്ടെങ്കിൽ നേരെ പുറകിൽ കൊണ്ടുപോയിട്ട് തടവി കൊടുക്കുക. തണുപ്പിച്ചിട്ട് നന്നായിട്ട് തണുത്ത വെള്ളം, ഐസ് വാട്ടർ, തുണി മുക്കിയിട്ട്, ഐസ് വെക്കാൻ പറ്റുമെങ്കിൽ ഐസ് വെച്ചാലും കുഴപ്പമില്ല, എന്നാലും ഏറ്റവും നല്ലത് ഐസിൽ മുക്കിയ തുണിയാണ്. ഈ തുണി എടുത്ത് നിങ്ങൾ ആ തൊട്ട് ബാക്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയി ഇങ്ങനെ അമർത്തി തടവി 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 കൊടുക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടും, വളരെ പെട്ടെന്ന്. അങ്ങനെ ഏതൊരു ഭാഗത്തെയും നിങ്ങൾ അതിൻ്റെ എതിർവശം കാണുക. അതായത് വലത്തേ കൈ ആണെങ്കിൽ ഇടത്തേ കൈ, ഫ്രണ്ട് ആണെങ്കിൽ ബാക്ക്, വലത്തേ കാലാണെങ്കിൽ ഇടത്തേ കാല്, എവിടെയാണോ പൊള്ളിയത് ആ പൊള്ളിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഐസ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പൊള്ളലിൻ്റെ അസ്വസ്ഥത കുറയും. അതാണ് കറസ്പോണ്ടൻസ് ഏരിയ, സുജോക്ക്, കൊറിയൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡ്. അത്ഭുതം തോന്നാം, ഞാൻ ഈ പറയുന്നത് പൊട്ടത്തരമാണെന്ന് കമൻറ്റ് ചെയ്തോ, വിഡ്ഢിത്തരമാണെന്ന് കമൻറ്റ് ചെയ്തോ, എനിക്ക് വിരോധമില്ല. പക്ഷെ ചെയ്യണത് കൊണ്ടിട്ട് തെറ്റില്ലല്ലോ, നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നുമില്ലല്ലോ. ചെയ്തു നോക്കുക. എന്തെങ്കിലും നമ്മുടെ മുമ്പിലൊരു അങ്ങനെ ഒരു അബദ്ധം, ആരുടെയെങ്കിലും പൊള്ളലോ മറ്റേതോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തൊടാണ്ട് ഇത് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മനസ്സിലാവും ആശ്വാസം കിട്ടണ്ട ഇല്ലേ എന്നുള്ളത്. ആശ്വാസം കിട്ടുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും വലിയ പൊള്ളലൊക്കെ ആണെങ്കിൽ. ആ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ആശ്വാസം കിട്ടിയാൽ വലിയൊരു ഉപകാരമല്ലേ അത്. ചെയ്തു നോക്ക്. ഓക്കെ, താങ്ക് യു.